ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് ലോഹഭാഗങ്ങൾ കണ്ടെത്തി. പെല്ലറ്റ് ഗൺ ഉപയോഗത്തിനെതിരെ കോടതിയെ സമീപിച്ച ഷെയ്ഖ് ഇർഷാദിന്റെ ശരീരത്തിൽ നിന്നാണ് ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത്. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് പ്രയോഗിച്ചില്ല എന്ന് സുരക്ഷാ ഏജൻസികൾ അവകാശപ്പെടുന്നതിനിടെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചു എന്നത് തുടക്കം മുതൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ പറയുന്നുണ്ട്. പല ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരികയും ചെയ്തു. ആശുപത്രിയിൽ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടി. ഇപ്പോഴത്തെ ലോഹഭാഗം കണ്ടെത്തിയിരിക്കുന്നു. ഇതും ഈ പെല്ലറ്റ് ഗണ്ണിൻ്റെതാണോ? മോത്തി, വളരെ ഗൗരവമേറിയ ഒരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഡൽഹിയിൽ കഴിഞ്ഞ 20-ാം തീയതി നടന്ന പ്രതിഷേധത്തിൽ തുടർന്ന് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഷെയ്ഖ് ഇർഷാദ് മൻസൂരി എന്ന വ്യക്തിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഈ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ കാര്യം ഇപ്പോൾ കണ്ടെത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൽഹിയിലെ പ്രശസ്തമായ ലേഡി ഹാർഡിംഗ് ആശുപത്രിയിലായിരുന്നു ഈ ഷെയ്ഖ് മൻസൂരിയെ പ്രവേശിപ്പിച്ചിരുന്നത്. അവിടെ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഈ മൻസൂരിയുടെ തലയിൽ നിന്നും കഴുത്തിൽ നിന്നും ഈ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന കാര്യം വ്യക്തമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലേഡി ഹാർഡിംഗ് ആശുപത്രി മെഡിക്കൽ കോളേജിൽ തയ്യാറാക്കിയ മെഡിക്കൽ ലീഗൽ കേസ് റിപ്പോർട്ടിലാണ് സുപ്രധാനമായ ഈ കണ്ടെത്തലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ വിവിധ ഏജൻസികളും, ഈ ഡൽഹി പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ പെല്ലറ്റ് ഗണ്ണുകൾ, ഈ മെറ്റാലിക് പെല്ലറ്റുകൾ ഉപയോഗിച്ചിരുന്നില്ല, ലോഹ പെല്ലറ്റുകൾ ഉപയോഗിച്ചിരുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഈ മെറ്റാലിക് പെല്ലറ്റുകൾ സാധാരണ ഈ പ്രതിഷേധക്കാർക്കും മറ്റുമെതിരെ ഉപയോഗിക്കാറില്ല. വിവാദമായ ഈ മെറ്റാലിക് പെല്ലറ്റുകൾ സാധാരണ ജമ്മു കാശ്മീരിലും മറ്റുമാണ് ഈ സുരക്ഷാ ഏജൻസികൾ ഈ ഉപയോഗിക്കാറുള്ളത്. ഡൽഹിയിൽ ഉപയോഗിച്ചിരുന്നത് പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ഉപയോഗിച്ചുള്ള 7 റൗണ്ട് വെടിയുതിർത്തു എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകളിലൊക്കെ വന്നിരുന്നത്. പിന്നീട് അക്കാര്യം CRPF നടത്തിയിരുന്ന അന്വേഷണത്തിലും തെളിഞ്ഞിരുന്നു. പക്ഷേ ഈ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയതോടുകൂടി തന്നെ ഈ മെറ്റാലിക് പെല്ലറ്റുകൾ ഉപയോഗിച്ചിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള കാര്യം വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഷെയ്ഖ് മൻസൂരി സുപ്രീം കോടതിയെ ഈ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിനെതിരെ അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയാ റിപ്പോർട്ടിലാണ്, ശസ്ത്രക്രിയയ്ക്ക് ശേഷം തയ്യാറാക്കിയിരിക്കുന്ന മെഡിക്കൽ ലീഗൽ കേസ് റിപ്പോർട്ടിലാണ് ഇപ്പോൾ തലയിലും കഴുത്തിലും ഈ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന കാര്യം വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ കണ്ടെത്തിയിരിക്കുന്ന ലോഹഭാഗങ്ങൾ അത് ഈ റിപ്പോർട്ടിലുണ്ട് എങ്കിലും അത് ഈ മൻസൂരിക്കോ മറ്റോ കൈമാറുകയും ചെയ്തിട്ടില്ല. ഏതായാലും സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ ഡൽഹി പോലീസിനെയും ഒക്കെ വൻ പ്രതിസന്ധിയിലാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തയ്യാറായിരിക്കുന്നത്. ജൂലൈ 24-നാണ് ഡൽഹിയിലെ പ്രശസ്തമായ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ റിപ്പോർട്ട്, ENT വിഭാഗത്തിൽ നിന്ന് ഈ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇക്കാര്യം പാർലമെന്റിൽ ഉൾപ്പെടെ സജീവമായി ഉന്നയിക്കുവാനായിരിക്കും ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകുന്നത്.